ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡിസംബർ മാസത്തിൽ എന്തൊക്കെ കൃഷി ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ളതായ ഒരു വീഡിയോ ആണ്. അപ്പം ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം 2025 നമ്മളെ കടന്നു പോകാറായി. അപ്പം ഇനി ഈ ഡിസംബറും കൂടെ നമ്മൾ 2025 കൃഷി ചെയ്യാം. അപ്പം എന്തൊക്കെയാണ് നമുക്ക് ഈ ഡിസംബർ മാസത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ മിനീസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെയൊക്കെ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വിത്തുകളും ഗ്രോ ബാഗും ഒക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisslifestyle.com എന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറൈറ്റി വിത്തുകളും അതുപോലെ നല്ല ഗ്രോ ബാഗും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പോൾ ഓരോ മാസത്തിലും ചെയ്യേണ്ട കൃഷി രീതികളെക്കുറിച്ചും കൃഷികളെക്കുറിച്ചും പറഞ്ഞു തരുന്നതുകൊണ്ട് അപ്പം എല്ലാവർക്കും ചെയ്യാനായിട്ട് ഒരു ഉന്മേഷം കാണുമല്ലേ. അപ്പം അങ്ങനെ ചെയ്യുന്നവർക്ക് എല്ലാ മാസവും എല്ലാ ദിവസവും നമുക്ക് എന്തെങ്കിലുമൊക്കെ പച്ചക്കറികൾ വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പം കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ എൻ്റെ വിളവെടുപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പറമ്പിലെ പുതിയ കൃഷികൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളും അതേപോലെ കൃഷിയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതേപോലെ നമുക്ക് ഡെയിലി വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഡിസംബർ മാസത്തിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന കുറച്ചൊരു 10 ടൈപ്പ് പച്ചക്കറികളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പയർ എന്ന് പറയുന്നത്. പയർ വർഗ്ഗത്തിൽപ്പെട്ട എല്ലാം നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. പലതരം പയറുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചതുരപ്പയർ, വാളരിപ്പയർ, അമരപ്പയറുകൾ, കുറ്റിയമര, പന്തലമര, ഇങ്ങനെയുള്ളതായ പയറുവർഗ്ഗങ്ങളെല്ലാം നട്ടുപിടിപ്പിക്കാനും അതുപോലെ തന്നെ നട്ടുപിടിപ്പിച്ചവർക്ക് നല്ലതുപോലെ കായ്ഫലം ഉണ്ടാകാനും ഉള്ള ഒരു സമയമാണിത്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നല്ല രീതിയിൽ വളം, കോഴിവളമോ കാലിവളമോ അതുപോലെ കമ്പോസ്റ്റോ മണ്ണിര കമ്പോസ്റ്റോ അങ്ങനെയുള്ളതായ വളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മണ്ണൊക്കെ വെട്ടിയെടുപ്പിച്ച് നിർത്താനായിട്ട് ശ്രമിക്കാം. പിന്നെ അതുപോലെ അതിനകത്ത് എന്തെങ്കിലും കീടശല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബിവേറിയൊക്കെ നമുക്ക് കൃഷിഭവനിൽ നിന്നൊക്കെ കിട്ടാറുണ്ട്. അപ്പം കൃഷിഭവനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുകയെങ്കിൽ ഇങ്ങനെയുള്ളതായ കുറച്ച് വളങ്ങളും അതുപോലെ കീടനാശിനികളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം നിങ്ങൾ നന്നായിട്ട് കൃഷിയെ ശ്രദ്ധിക്കുകയെന്നുണ്ടെങ്കിൽ പയറുവർഗ്ഗങ്ങളൊക്കെ നന്നായിട്ട് പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ തക്കാളിയാണ്. തക്കാളി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നട്ടുപിടിപ്പിക്കാം. അപ്പം ജൂൺ മുതൽ ഞാൻ തക്കാളി സത്യം പറഞ്ഞാൽ വാങ്ങിക്കാറേ ഇല്ല. ജൂൺ മാസം മുതൽ ഇങ്ങോട്ട് പല തലമുറകളായിട്ട് ഇങ്ങനെ നട്ടു വരുന്നത് കൊണ്ട് അന്ന് നട്ടത് ഇഷ്ടം പോലെ പിടിച്ചു. പിന്നെ അത് കഴിയാറായപ്പോഴത്തേക്ക് അടുത്ത നട്ടു, അതും കഴിയാറായപ്പോഴത്തേക്ക് അടുത്തതും നട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തെല്ലാം നന്നായിട്ട് എനിക്ക് കായകളൊക്കെ പിടിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ നന്നായിട്ട് വിളവും എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു 10 മൂട് തക്കാളിയെങ്കിലും നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. തക്കാളിയിൽ പല അസുഖങ്ങളൊക്കെ വരാറുണ്ട്, ദ്രുതവാട്ടം വരാറുണ്ട്, അതുപോലെ കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ട് അതിൻ്റെ ചുവടൊക്കെ ചീഞ്ഞു പോകാറുണ്ട്. പിന്നെ തക്കാളിക്കകത്ത് പുഴു വരാറുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്താണ് കാൽസ്യത്തിൻ്റെ അളവ് കൂട്ടിയിട്ട് കൊടുക്കുക. എന്ന് വെച്ചാൽ കുമ്മായം ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ എടുത്തിട്ട് കലക്കി അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് മറ്റുള്ള വളങ്ങൾ കൊടുത്താൽ മതിയാകും. അതെല്ലാം നിങ്ങളുടെ ഡോളോമൈറ്റ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. അപ്പോൾ അതിന് അത്രയും ദിവസമൊന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല. ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മുട്ടത്തോടുണ്ടെങ്കിൽ അത് നന്നായി പൊടിച്ചിട്ട് കലക്കി അതിൻ്റെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം കലക്കില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്പൂണ് അതിൻ്റെ ചുവട്ടിലൊക്കെ വിതറി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ തക്കാളിക്ക് ഉണ്ടാകുന്നതായ പല രോഗങ്ങളെയും അകറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ബിവേറിയ, വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതമൊക്കെ സ്പ്രേ ചെയ്യാന്നുണ്ടെങ്കിൽ ഇലപ്പുള്ളി രോഗം, അതേപോലെ തന്നെ അതിനകത്തുണ്ടാകുന്നത് ചിത്രകീടങ്ങളുടെ ശല്യം, ഇതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ തന്നെ നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും ഈസിയായിട്ട് നമുക്ക് നട്ടുപിടിപ്പിക്കാം നമ്മുടെ നാട്ടിൽ നന്നായി വളർന്നു കിട്ടുന്ന ഒന്നാണ് ശീതകാല പച്ചക്കറികൾ. ക്യാബേജ്, കോളിഫ്ലവർ, അതുപോലെ ബ്രൊക്കോളി, റെഡ് ക്യാബേജ്, ഇതെല്ലാം നട്ടുപിടിപ്പിക്കാം. കൂടാതെ തന്നെ നമ്മുടെ പറമ്പിൽ നമുക്ക് ബീട്രൂട്ട്, ക്യാരറ്റ്, അതുപോലെ സവാള, ചെറിയ ഉള്ളി, ഇതൊക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. അപ്പം നന്നായിട്ട് അതും നല്ല മണ്ണ് നല്ലതുപോലെ ഒരുക്കാന്നുണ്ടെങ്കിൽ അതെന്ന് വെച്ചാൽ കല്ല്, കട്ട ഇതൊക്കെ മാറ്റിയിട്ട് നമ്മൾ കൃഷി ചെയ്യാന്നുണ്ടെങ്കിൽ ക്യാരറ്റ്, ബീട്രൂട്ട് ഒക്കെ നമുക്ക് നന്നായിട്ട് വിളവെടുക്കാനായിട്ട് സാധിക്കും. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് എന്നും ആവശ്യമായ പച്ചമുളകാണ്. നമ്മുടെ വീട്ടിലേക്ക് ഡെയിലി നമ്മൾ പച്ചമുളക് ഉപയോഗിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അത് നമ്മൾ തന്നെ നട്ടുപിടിപ്പിക്കുക എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പം നമ്മുടെ കടകളിലൊക്കെ ഏറ്റവും കൂടുതൽ വിഷമൊക്കെ അടിച്ച് കിട്ടുന്ന ഒന്നാണ് ഈ പച്ചമുളക്, അതേപോലെ തന്നെ കറിവേപ്പിലയൊക്കെ. അപ്പോൾ അത് നമ്മൾ നട്ടുപിടിപ്പിക്കുക. ഒരു 10 മൂട് നമ്മൾ നടുകയെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 മൂടെങ്കിലും നമുക്കത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചമുളക് കിട്ടത്തക്ക രീതിയിൽ നമുക്കത് കിട്ടുന്നതായിരുന്നു. അപ്പോൾ അതിന് വേണ്ടതായ വളപ്രയോഗവും അതിൻ്റെ ടിപ്സും ട്രിക്സും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. സിമൻറ്റ് ചാക്കിനകത്ത് ഞാൻ നട്ട എൻ്റെ മുളക് ഇഷ്ടം പോലെയാണ് ഞാൻ വിളവെടുക്കുന്നത്. എൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ളതിലധികം അപ്പം പഴുത്ത് നിൽക്കുകയെന്നുണ്ടെങ്കിൽ അത് പറിച്ചെടുത്ത് ഉണക്കിയിട്ട് ഞാൻ കടുക് വറുക്കാനും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം.
അപ്പം ഒരുപാട് വ്യാവസായികമായിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ ചെയ്യുക. അതല്ല നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് മാത്രം ചെയ്യുന്നുണ്ടെങ്കിൽ കുറഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ വഴുതന കൃഷിയാണ്. വഴുതന കൃഷിയും കുറേ വെറൈറ്റികളുണ്ട് കേട്ടോ. വഴുതന നമ്മൾ വിചാരിക്കുന്ന മാതിരിയൊന്നും അല്ല, ഇഷ്ടം പോലെ വെറൈറ്റികൾ, ഒരു 10-25 കൂടുതൽ വെറൈറ്റി വഴുതനകൾ തന്നെയുണ്ട്. അപ്പം അത്യാവശ്യം ഒരു 3-4 ടൈപ്പെങ്കിലും നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഈ സമയത്ത് നമുക്ക് അത്യാവശ്യം മഴയും അത്യാവശ്യം വെയിലും ഒക്കെ കിട്ടുന്നതായ ഈ സാഹചര്യത്തിൽ നമുക്ക് നന്നായിട്ട് ഇതിനെയൊക്കെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഈ വഴുതനയ്ക്കകത്തൊക്കെ പെട്ടെന്ന് ഓരോ രോഗങ്ങൾ വരാറുണ്ട്. പെട്ടെന്ന് നിൽക്കുന്ന നിപ്പിൽ തന്നെ വാടിപ്പോകാറുണ്ട്. അതിൻ്റെ തണ്ടുകൾ ഇങ്ങനെ ഉറക്കം തൂങ്ങി നിൽക്കുന്ന മാതിരിയൊക്കെ നിൽക്കും. കാരണം അതിനകത്ത് തണ്ട് തുരപ്പം പുഴു കയറിയിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ആ കമ്പ് നമ്മളങ്ങ് ഒടിച്ച് കളഞ്ഞിട്ട് അവിടെ നോക്കുകയെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു പുഴുക്കളിരിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ചു കൊടുക്കാം. അതുതന്നെ വിവേറിയ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കൊക്കെ സ്യൂഡോമോണസ് കൊടുക്കാം. ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യുകയെന്നുണ്ടെങ്കിൽ, പിന്നെ അതെല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെ ഒടിച്ചു കളഞ്ഞിട്ട് അവിടെ സ്വല്പം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ പുഴുവിനെയൊക്കെ നമുക്ക് തുരത്താനായിട്ട് സാധിക്കും. അപ്പോൾ എപ്പോഴും നമ്മുടെ നോട്ടവും നമ്മുടെ ഒരു നിരീക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പച്ചക്കറികളെയൊക്കെ നമുക്ക് രക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ കുഞ്ഞു മക്കളെ വളർത്തുന്നത് പോലെ തന്നെയാണ് ഈ പച്ചക്കറികളെ. ഇപ്പോൾ ഒരു വിത്ത് മുതൽ വിളവ് വരെ നമ്മുടെ നോട്ടം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിളവൊക്കെ എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പാവൽ, പടവലം, പീച്ചിൽ, സ്നോ വൈറ്റ് ഇങ്ങനെയുള്ളതായ ഐറ്റങ്ങളൊക്കെ നമുക്ക് പിടിപ്പിക്കാൻ പറ്റിയ സമയമാണ് ഡിസംബർ എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം മഴയും വെയിലും ഒക്കെ കിട്ടുന്നത് കൊണ്ട് നമുക്കിതിനെയൊക്കെ നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം കൃഷിയിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മണ്ണൊരുക്കമാണ്. മണ്ണ് നന്നായിട്ട് ഒരുക്കിയില്ല എന്നുണ്ടെങ്കിൽ, മണ്ണും വിത്തും നന്നായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിളവും മോശമായിരിക്കും. മണ്ണിനെ ട്രീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല വിളവ് ലഭിക്കുകയുള്ളൂ. അപ്പം എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പോൾ ഒരു ദിവസം നമുക്ക് ഒരു ജോലിക്കാരെയൊക്കെ നിർത്തണമെന്നുണ്ടെങ്കിൽ 1000 രൂപയും അതിൻ്റെ മറ്റുള്ള ചിലവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും ഇവിടെ ഈ പന്തൽ കെട്ടുന്നത് നമുക്കൊരു ഭയങ്കര ഒരു വിഷമമുള്ളൊരു കാര്യമായിരുന്നു. കാരണം ഒന്നാമത് ഇതിനുള്ള തൂണുകൾ ഒപ്പിക്കണം, പിന്നെയെന്ന് പറഞ്ഞാൽ അതിനുള്ള ജോലിക്കാരെ ഒപ്പിക്കണം. ഒരു വർഷമൊക്കെ ആവുമ്പോഴത്തേക്ക് അത് ചിതലൊക്കെ എടുത്ത് ഇങ്ങനെ പോകാറുണ്ട്. അപ്പം അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും 2-3 നമ്മുടെ കമ്പി വെച്ചിട്ട് പന്തലൊക്കെ ഉണ്ടാക്കി. അപ്പം അതിനകത്ത് ഇനി നല്ല രീതിയിൽ പച്ചക്കറികളൊക്കെ പടർത്തി വിടുന്ന എല്ലാം അതിനകത്തോട്ട് ആക്കണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ട് പാവൽ, പീച്ചിൽ, അതുപോലെ തന്നെ പടവലം ഇങ്ങനെയുള്ളതായ പടർന്നു കയറുന്ന എല്ലാം ഇനി, അതുപോലെ തന്നെ നമ്മുടെ കുക്കുംബർ ഇതെല്ലാം ഇതിനകത്തോട്ട് പടർത്തണം. പിന്നെന്ന് പറഞ്ഞാൽ കോവൽ എല്ലാം പോയി കിടക്കുകയാണ്. അപ്പം നല്ല പന്തലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കോവലൊക്കെ നന്നായിട്ട് പടർത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം കോവലും നമുക്ക് നട്ടുപിടിപ്പിക്കണം. അങ്ങനെ ഈ പടർന്നു കയറുന്നതായ കുറേ ഐറ്റങ്ങൾ ഈ നമ്മുടെ ഈ കമ്പി പന്തലിനകത്തോട്ട് ഇനി കയറ്റാനുള്ള ശ്രമമാണ്. അപ്പം എല്ലാം ഇനി മുമ്പോട്ടുള്ള യാത്രയിൽ ഇതെല്ലാം ഇനി എനിക്ക് ചെയ്യണം. ഡിസംബർ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് എൻ്റെ പന്തലിങ്ങനെ നിറഞ്ഞു കിടക്കുന്നതൊക്കെ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഇനി ചെയ്യാനായിട്ട് കിടക്കുകയാണ്. ജോലികളെല്ലാം ഇങ്ങനെ ഓരോന്നോരോന്ന് കിടക്കുകയാണ്. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, അപ്പം പറമ്പിലൊക്കെ കുറച്ച് പണികളൊക്കെ ചെയ്തു. കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് നട്ടു, കുറച്ച് നമ്മുടെ പെപ്പർ തെക്കൻ കുരുമുളക് നട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇനി ഓരോന്നും നമ്മുടെ പറമ്പ് ഒട്ടും നമ്മൾ വേസ്റ്റ് ആക്കാതെ ഓരോന്നും കൃഷി ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പം എല്ലാവരും 10 ടൈപ്പ് പച്ചക്കറികൾ ഇങ്ങനെ നടാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾ വിചാരിക്കും വിത്തുകളൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന്. നിങ്ങളുടെ അടുത്തുള്ള നഴ്സറികളിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. അതല്ല നിങ്ങൾ നട്ടതിൻ്റെ തന്നെ വിത്തുകളെടുത്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും വളർത്താം. അതല്ല ഇതൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com എന്ന് വിസിറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇനം വിത്തുകളും അതേപോലെ തന്നെ നല്ല ഇനം ഗ്രോ ബാഗുകളും എത്തിയിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അത് കൂടാതെ തന്നെ ഇഞ്ചി, മഞ്ഞൾ, കൂവപ്പൊടി, കസ്തൂരി മഞ്ഞൾ, മാങ്ങ, ഇഞ്ചി, ഉണങ്ങിയ കപ്പ, ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ജൈവ രീതിയിൽ ചെയ്തതായ എല്ലാ സംഭവങ്ങളും നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ കൂടെ കൊടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കൂടെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറും കൂടെ കൊടുത്തേക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.